ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിഷ് റോഷ്. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരാളിവിടെ വാശി പിടിച്ച് അച്ഛൻ്റെയും മോൻ്റെയും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അടികൂടിയത് ഓർമ്മയുണ്ടോ? അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നതിന് ശേഷം എടുക്കാം. കാരണം എനിക്ക് ഷൂട്ട് ചെയ്ത് തരാൻ വേറെ ആരുമില്ല. ഇത് തന്നെ എൻ്റെ മോനായിട്ടോ ഷൂട്ട് ചെയ്ത് തരണ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ ചെന്നിട്ടുള്ള ഞാൻ വന്ന ഉടനെ ഓടി വരുന്ന ഒരാളുണ്ട് കേട്ടോ, അന്നക്കുട്ടി. ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് മുന്നേ ഓടി വരുന്ന ഇവളാണ്. വീട്ടിൽ സ്കൂളിൽ അലീനാന്നാണ് വിളിക്കുന്നത്, അങ്കമാടി പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതിനാണ് ഇവിടെ വരാൻ ഇവിടെ അടി കൂടുന്നത്. ഇവിടെ ഇത്രയും പിള്ളേരുണ്ട്. ചേച്ചിക്ക് 3 കുട്ടികളാണ് കേട്ടോ. അതിൽ ഏറ്റവും ഇളയതാണ് ഇവള് അന്നക്കുട്ടി. പിന്നെ ഉള്ളത് ഇവള് മൂത്ത ആളാണ് അച്ചു. ഹായ്. ഇത് ഇളയാള് മോനു. ഇത് നമ്മുടെ നെയ്ബറാണ് കേട്ടോ, അപ്പുണ്ണി. ഇവൻ്റെ പേര് അർപ്പിത് എന്നാണ്. പിന്നെ വേണ്ടേ എൻ്റെ പുത്രൻ. അവിടെ ഈ ആൾ തന്നെ ഉള്ളൂ. അപ്പോൾ അവധി വരുന്ന ദിവസങ്ങൾ ഇവിടോട്ട് വരാനാണ് ഈ അടിയിടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേരെ. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ മെൽവിനായും കൂടെ വരും. മെൽവിനായി എന്ന് പറയുന്നത് ഇവളുടെ കൂട്ടുകാരിയാണ്. അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവളിപ്പോൾ പോയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ വന്ന അക്രമങ്ങൾ കാണിക്കാനാണ് ഇവിടെ വരാൻ വേണ്ടി അടിയിടുന്നത്. ഇവിടെ വന്നാൽ ഒരു ബഹളമാണ്, ആകെ ഒരു മേടാണ്. അപ്പോൾ ഇവിടെ കളിക്കാൻ ഒത്തിരി പിള്ളേരുണ്ട്. ഇനി ഇവിടെ ഊഞ്ഞാലി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അടി. ഇവിടെ വരണമെന്ന് പറയുകയും ചെയ്യും, അടി കൂടുകയും ചെയ്യും. ഇതൊക്കെ ഓരോ നിമിഷം എന്തോ ചെയ്യട്ടെന്ന് പറഞ്ഞാണ് ആലോചിക്കുന്നത്, ഓരോ സെക്കൻഡ്. ഇവിടെ നമുക്ക് വേണ്ട ഒരു ജാതിമരം. ഒരു ജാതിമരം ഉണ്ട് കേട്ടോ, വലിയൊരു ജാതിമരം. നിറയെ ജാതിക്കുരുവൊക്കെ ഉണ്ടേ, കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? കൊണ്ട് നിറയുണ്ട്. ഇതിപ്പം കുറച്ചേ ഉള്ളൂ, അടുത്ത ദിവസമൊക്കെ ശരിക്കും കാണും ഈ ജാതിമരം. പിന്നെ വേണ്ട നമ്മുടെ മാങ്കുസ്തി. ഈ മാങ്കുസ്തി എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണേ. അപ്പോൾ ഈ മാങ്കുസ്തിയൊക്കെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ, അതായത് ഫ്രൂട്ട്സിൻ്റെ കടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒന്ന് ഈ മാങ്കുസ്തി. ഇപ്പോഴൊക്കെ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഇപ്പോഴൊക്കെ അവിടുത്തെ ഫ്രൂട്ട് സ്റ്റാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാങ്കുസ്തി. അതുപോലെ ഒരെണ്ണമാണ് റംബൂട്ടാനൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഇവിടെയാണ് കാണുന്നത്. ജാതിമരമൊക്കെ നമ്മളെവിടെയും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ടൊക്കെ ശരിക്കും ജാതിമരം. ഞാൻ ചെങ്ങന്നൂരാണ് ഉള്ളത്, ആലപ്പുഴ ചെങ്ങന്നൂരാണ് എന്നെ കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ ഈ മാങ്കുസ്തിയുടെ ടേസ്റ്റും റംബൂട്ടാൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ ഇവിടെ വന്ന ശേഷമാണ് അറിയുന്നത്. ഇതുണ്ട് ഇവളാ കൊച്ചുകുരിപ്പ്. സൈക്കിളോട്ട് അറിയാമോ എന്നെ? എനിക്ക് അറിയാമോ? അറിയത്തില്ല. ഇതുണ്ട് വേറൊരെണ്ണം. അച്ഛൻ്റെ സൈക്കിൾ ഓടിക്കാൻ അറിയാമോ? അച്ഛൻ്റെ സൈക്കിൾ ആർക്ക് ഓടിക്കാൻ അറിയാം? മോനിനും ഓടിക്കാൻ അറിയത്തില്ല. ചിലപ്പോൾ ഓടിക്കുമെങ്കിൽ ചെലപ്പിയും കൂടെ അങ്ങോട്ടൊന്ന് ഓടിച്ച് കാണിച്ചേ, കാണട്ടെ. ചെല്ലപ്പനും ചെല്ലപ്പിയാന്ന്. ഇവിടെ ഇപ്പോൾ വന്നാലും അച്ഛൻ്റെ പരാതികളും കൊണ്ടുവരുന്നത് എൻ്റെ അടുത്താണ് കേട്ടോ. കാരണം അവൾ അമ്മയെ പേടിയില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അടുത്താണ് പരാതി എല്ലാം പറയുന്നത്. അച്ഛൻ എന്നെ അവിടെ ഇടിച്ചു, ഇവിടെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ എൻ്റെ കൂടെ അങ്ങ് വരും. ഇതേപോലെ ഞാൻ വന്നിട്ട് പോകുമ്പോൾ ഇവള് അന്നക്കുട്ടി എൻ്റെ കൂടെ ഇങ്ങ് വന്ന് ഇവിടെ അന്നത്തെ ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. പിറ്റേന്ന് അംഗൻവാടിയിൽ ഞാൻ പിന്നെ ഒരുക്കി നിർത്തിയൊക്കെ അപ്പോൾ അമ്മ വരും രാവിലെ. അവർ രണ്ടുപേരും ഇവിടെ അടുത്ത സ്കൂളിൽ തന്നെ ആയിട്ട് പഠിക്കുന്നത്, അച്ചുവും എബിനും. ഇവനാണ് എബിൻ. ഇവനെ വീട്ടിൽ മോനും എന്നാണ് വിളിക്കുന്നത്. ഇത് അന്നക്കുട്ടി. അംഗൻവാടിയിൽ ഒഫീഷ്യൽ നെയിം അലീന റോബിൻ എന്നാണ്. ഇത് എബിൻ റോബിൻ. ഇത് നമ്മുടെ അച്ചുക്കുട്ടി. അച്ചുക്കുട്ടിയുടെ ഒഫീഷ്യൽ നെയിം അഷ്ന റോബിൻ എന്നാണ്. ഭയങ്കര വികൃതിയാട്ടോ ഇവര്. അവനാള് പാവമാണ്. അതേസമയം ഇവളുമാർ രണ്ടുപേരുമാണ് കീഴ്മേൽ മറിക്കുന്നത്. പിന്നെ എൻ്റെ പുത്രനും കൂടെ ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പറയണ്ട, ബഹുഗേമ. ഞാൻ വീട്ടിൽ പോവാ, നീ പറ, നമുക്ക് പോവാം. ഞാൻ പോകുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമുക്ക് വീട്ടിൽ പോവാം. ബാ. ഞാൻ വന്നപ്പോഴേ അവിടെ നിന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോകണമെന്ന്. വീട്ടിൽ പോകുമ്പോൾ പിന്നെ വൈകുന്നേരം പള്ളിയിൽ കരോത്സവം പഠിപ്പിക്കുന്നുണ്ട്. 5:30 ആകുമ്പോൾ അങ്ങോട്ട് പോകണം. പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ. ഒത്തിരി ഇഷ്ടപ്പെട്ടോ അവളത് പറഞ്ഞത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, സീ യു.